ചോരയിലൊക്കെ കുളിച്ച് വെടിയൊക്കെ കൊണ്ടിരിക്കുമ്പോൾ നിക്കോളയും ഡെൻസലിൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ഒറ്റ ചോദ്യമേ ഉള്ളൂ മരിക്കുന്നതിന് മുമ്പേ. ഡെൻസൽ എങ്ങനെ പോയാലും ഒരു 2-3 സ്റ്റെപ്പ് ഹെഡായിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഫൈനലിലും നിക്കോളയ്ക്കും ഡെൻസലിനെ കിട്ടില്ല. ഡെൻസലിൻ്റെ ട്രാപ്പിൽ നിക്കോളയും വീണ് ലാസ്റ്റ് ഇങ്ങനെ ചോരയിലൊക്കെ കുളിച്ച് വെടിയൊക്കെ കൊണ്ടിരിക്കുമ്പോൾ നിക്കോളയും ഡെൻസലിൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ഒറ്റ ചോദ്യമേ ഉള്ളൂ മരിക്കുന്നതിന് മുമ്പേ. ഹൂ ആർ യു? ഒന്ന് പറഞ്ഞു തൊലക്കടെ, മരിക്കാൻ പോവുക, അതിന് മുമ്പെങ്കിലും ഒന്ന് അറിയാനായിട്ടാ. പറയത്തില്ല, മച്ചാൻ പറയത്തേ ഇല്ല. സിനിമ അങ്ങനെ കാണിക്കുന്നത്. സിനിമയിൽ എവിടെയും ഡെൻസലിൻ്റെ ക്യാരക്ടർ ആരാണെന്ന് ക്ലാരിറ്റി തരുന്നില്ല, പക്ഷെ നമുക്ക് കാണുമ്പോൾ നമുക്ക് ഏകദേശം പിടികിട്ടും പുള്ളി ആരാണെന്നുള്ളത്. അതേപോലെ ഈ അലൈന എന്ന ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ക്ലോയ് ഗ്രേസ് മോട്ടേഴ്സ് ആണ്. നല്ല പെർഫോമൻസ് ആണ്, നമുക്ക് എംപതി ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ്. സംഭവം ഞാൻ പറഞ്ഞ സിനിമയുടെ സ്പോയിലർ ആക്കിയിട്ടുണ്ട്, പക്ഷേ ഞാൻ പറഞ്ഞു ഈ സിനിമ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീലാണ്. ബേസിക്കലി ഇതിൻ്റെ കഥയൊക്കെ ടിപ്പിക്കൽ കഥകളാണ്. ഒരു പെൺകുട്ടിയെ രക്ഷപ്പെടുത്താനായിട്ട് വരുന്നൊരു മെയിൽ ഹീറോ, ദാറ്റ്സ് എ ടിപ്പിക്കൽ കഥ. പക്ഷേ ഇത് എടുത്തു വെച്ചിരിക്കുന്ന രീതി ജസ്റ്റ് സൂപ്പർ രീതിയിലാണ് എടുത്തു വെച്ചിരിക്കുന്നത്.